മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 25-ാമത്തെ ദശകം 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോഃ കർണൗ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പഃ കശ്ചന സംവപാത ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. കഴിഞ്ഞ ദശകത്തിൽ ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാനായിട്ട് വാളും ഓങ്ങിയും കൊണ്ട് എവിടെ ക്വാസവും എന്ന ആ ബലം, എൻ്റെ ആ ബലം എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്നതായിട്ടുള്ള ആ തൂണിമ്പിൽ ഒരു അടി അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അത് കഴിഞ്ഞ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് പറയാൻ എനിക്കിപ്പോൾ പറ്റണില്ല. അതിനുള്ള ശക്തി എനിക്കില്ലാണ്ടാവണു. അദ്ദേഹത്തിൻ്റെ ആ ആവിർഭാവത്തിനെ വിവരിക്കാൻ, നരസിംഹമൂർത്തിയുടെ ആവിർഭാവത്തിനെ വിവരിക്കാനുള്ളതായിട്ടുള്ള ശക്തി എനിക്കില്ലാണ്ടാവണു, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നിർത്തി പട്ടേരിപ്പാട്. ഇനി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ചായിട്ട് ആദ്യം അമ്പലത്തിൽ ചെന്നിട്ട് ഗുരുവായൂർ ഓരോ ദിവസവും ഓരോ 10 ദശകമാണ് അദ്ദേഹം നിർമ്മിച്ചത് എന്നാണ് പറയണത്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും കുറച്ച് സമാധാനമായിട്ട് ആ അവതാരം വർണ്ണിക്കുകയാണ്. പിന്നെ ഉണ്ടതായിട്ടുള്ള കഥകളൊക്കെ ഈ ദശകത്തിലാണ്, പിറ്റേ ദിവസമാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യം ആ നേരത്തെ നിർത്തിയത് സ്തംഭേ ഘട്ടയതഃ, ആ സ്തംഭത്തിൽ ഇടിക്കുന്നതായിട്ടുള്ള ആ ഘട്ടനം എന്ന് പറഞ്ഞാൽ അടിക്കൽ എന്നൊക്കെ ആവാം. സ്തംഭത്തിൽ പ്രഹരിക്കുന്നതായ, സ്തംഭേ ഘട്ടയതഃ, സ്തംഭത്തിൽ പ്രഹരിക്കുന്നതായ ഹിരണ്യകശിപോഹോ, ഹിരണ്യകശിപുവിൻ്റെ ഘട്ടയൻ എന്നുള്ളത് പ്രഥമ, അതിൻ്റെ ഷഷ്ഠിയാണ്. ഘട്ടയതഃ ഹിരണ്യകശിപോഹോ എന്നുള്ളതും കശിപുഹു എന്നുള്ളതിൻ്റെ ഷഷ്ഠിയാണ്. ഘട്ടയതഃ ഹിരണ്യകശിപോഹോ, സ്തംഭത്തിൽ ഇടിക്കുന്നതായ പ്രഹരിക്കുന്നതായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ കർണൗ സമാചൂർണയൻ, കർണങ്ങളെ, ചെവികളെ, കർണങ്ങളെ സമാചൂർണയൻ പൊടിയാക്കിയും കൊണ്ട്, അതായത് അതിശക്തിയായിട്ടുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ചെവി പൊട്ടിപ്പോണ മാതിരി തോന്നില്ലേ? അതാണ് അവിടെ പറയണത്. ആ ഹിരണ്യകശിപുവിന് ഈ അതിശക്തമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു എന്നാണ്. ഇടിക്കുന്ന സമയത്ത് ആ സ്തംഭത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതിശക്തമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു എന്നാണ് പറയണത് ഇവിടെ. അങ്ങനെ ആ ശബ്ദത്തിൻ്റെ വിശേഷണം പറയാണ്. കർണൗ സമാചൂർണയൻ, കർണങ്ങളെ ചൂർണീകരിച്ചുകൊണ്ട്, ചൂർണം എന്ന് വെച്ചാൽ പൊടി എന്നാണ്. സമാചൂർണയൻ പൊടിയാക്കിക്കൊണ്ട്, ആഘൂർണ ജഗദണ്ഡകുണ്ടകുഹരോഹ ഘോരഹ തവ അഭൂത് രവഹ. അവിടെ പദം മുറിയുമ്പോൾ സങ്കൂർണ ജഗദണ്ഡകുണ്ടകുഹരഹ എന്നൊരു വാക്ക്. പിന്നെ ഘോരഹ തവ അഭൂത് രവഹ, 4 വാക്കാണ് അവിടെ. ഘോരഹ തവ അഭൂത് രവഹ, തവ രവഹ അഭൂത്, തവ രവഹ അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ ഒരു അട്ടഹാസം. അവിടെ രവഹ എന്നുള്ളതിന് ശബ്ദം എന്നേ ഉള്ളൂ. അതായത് ഇവിടെ അതിശക്തമായിട്ടുള്ള രവമാണ് ഉണ്ടായത്. ഘോരഹ രവഹ, ഘോരമായിട്ടുള്ള ഒരു രവം. ആരുടെ? തവ രവഹ, അങ്ങയുടെ ശബ്ദം, അതിഘോരമായിട്ടുള്ള അങ്ങയുടെ ശബ്ദം അഭൂത് ഉണ്ടായി. ആ ഇത് ഇടിച്ചതായ സമയത്ത്, ആ തൂണിൽ ഹിരണ്യകശിപു ഇടിച്ചതായ സമയത്ത് ആ ഹിരണ്യകശിപുവിൻ്റെ കർണങ്ങളെ പൊടിപടലമാക്കിക്കൊണ്ട് ആ അങ്ങയുടെ ഒരു ഘോരമായ ശബ്ദം ഉണ്ടായി. ഘോരഹ തവ അഭൂത് രവഹ, തവ രവഹ, എങ്ങനെയുള്ള രവം? ഘോരഹ രവഹ അഭൂത്, ഘോരമായിട്ടുള്ളൊരു രവം ഉണ്ടായി. എങ്ങനെയുള്ളതായിരുന്നു അത്? കർണൗ സമാചൂർണയൻ, കർണങ്ങളെ പൊടിയാക്കിക്കൊണ്ട്, ഇടിച്ച് പൊടിയാക്കി കൊണ്ടുള്ളതായിട്ടുള്ള ഒരു ശബ്ദം. ആരുടെ ചെവികള്? ഹിരണ്യകശിപോഹോ. സ്തംഭേ ഘട്ടയതഃ, സ്തംഭത്തിൽ ഇടിക്കുന്നതായ പ്രഹരിച്ചതായ ആ ഹിരണ്യകശിപുവിൻ്റെ കർണങ്ങളെ പൊടിയാക്കിയും കൊണ്ട് ഉള്ളതായ ഒരു ഘോരമായ ശബ്ദം, അങ്ങയുടെ ശബ്ദം ഉണ്ടായി, അഭൂത് എന്ന്. ഇനി അതുണ്ടായപ്പോൾ, ആ ശബ്ദം ഉണ്ടായപ്പോൾ എന്താണ് ഉണ്ടായത്?
ശ്രുത്വാ യം കില, യം ശ്രുത്വാ കില, യം യാതൊരു ശബ്ദത്തെ, ആ ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ യം ശബ്ദം കൊണ്ട് ആ ശബ്ദത്തിനെയാണ് പറയണത്. യാതൊരു ശബ്ദത്തെ ശ്രുത്വാ കേട്ടിട്ട്, യാതൊരു ശബ്ദത്തെ കേട്ടിട്ട് ദൈത്യ രാജഹൃദയെ, ആ ദൈത്യരാജാവിൻ്റെ ഹൃദയത്തിൽ, ദൈത്യരാജാവ് ദൈത്യന്മാരുടെ രാജാവ് ഹിരണ്യകശിപു, ആ കശിപുവിൻ്റെ ഹൃദയത്തിൽ ദൈത്യരാജഹൃദയെ പൂർവം കഥാപ്യശ്രുതം തം യം ദൃഷ്ടുവ, പൂർവം കഥാ അപി അശ്രുതം യം ദൃഷ്ടുവ, യം ശ്രുത്വ, യാതൊന്നിനെ ശ്രുത്വ കേട്ടിട്ട്, എങ്ങനെയുള്ളത്, ആ ശബ്ദത്തെ കേട്ടിട്ട്. ആ ശബ്ദം എങ്ങനെയായിരുന്നു? പൂർവം കഥാപി അശ്രുതം, പൂർവം മുൻപ്, കഥാപി ഒരിക്കലും, അശ്രുതം കേൾക്കാത്തതായ, ഇങ്ങനെയൊരു ശബ്ദം ഹിരണ്യകശിപു മുൻപ് ഒരിക്കലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ശബ്ദമാണ് ആ സ്തംഭത്തിൽ ഇടിച്ചപ്പോൾ ഉണ്ടായത്. ഇടിയുടെ ശബ്ദമല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഇത് തവരവഹ എന്നുള്ളത് കൊണ്ട് അങ്ങയുടെ ശബ്ദമാണ് ഉണ്ടായത്. ഇടിയുടെ ശബ്ദമൊന്നുമില്ല, അതൊന്നും ഇല്ലാൻ്റെ എന്നുള്ളതാണ്. ആ ഇടിച്ചതായ സമയത്ത് അങ്ങയുടെ ഒരു ശബ്ദം, അങ്ങയുടെ ഘോരമായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടായി. പൂർവം അശ്രുതം, മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള, കഥാപി പൂർവം കഥാപി അശ്രുതം, മുൻപ് ഒരിക്കലും കേൾക്കാത്തതായ യം ശ്രുത്വ, യാതൊരു ശബ്ദത്തെ കേട്ടിട്ട്, അതായത് മുമ്പ് കേട്ടിട്ടില്ലാത്തതായ ഈ ശബ്ദം കേട്ടപ്പോൾ ദൈത്യരാജഹൃദയത്തിൽ പൂർവം ശ്രുത്വായം കിഴ ദൈത്യരാജഹൃദയേ പൂർവം കഥാപി അശ്രുതം കമ്പ കശ്ചന സംഭപാത, ഒരു വിറയലങ്ങോട്ടുണ്ടായി എന്നാണ്. ദൈത്യരാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു കമ്പം, ഒരു വിറയലുണ്ടായി എന്നാണ് പറയുന്നത്. കമ്പ കശ്ചന, ഏതോ ഒരു തരത്തിലുള്ള വിറയൽ, സംഭപാത ഉണ്ടായി പതിച്ചു. ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലൊരു വിറയലുണ്ടായി. ആ വിറയൽ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് പറയാനും കൂടി വയ്യ. അത്ര കഠിനമായിട്ടുള്ള ഒരു വിറയലാണ് അവിടെ ഉണ്ടായത് എന്നാണ്. കശ്ചന, ഏതോ ഒരു വിറയൽ എന്ന് പറയുമ്പോൾ വർണ്ണിക്കാൻ വയ്യാത്തതായിട്ടുള്ള, വിവരിക്കാൻ വയ്യാത്തതായ ഒരു വിറയലാണ്, ഒരു ഭയം കൊണ്ട് ഉള്ളതായിട്ടുള്ള ആ കമ്പം ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലുണ്ടായി. ആ ശബ്ദം കേട്ടപ്പോൾ ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയം ഒന്ന് പിടച്ചു എന്നാണ് പറയണത്. എങ്ങനെയാണ് പിടച്ചത്? കമ്പ കശ്ചന, ഒരിക്കലും മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ, കശ്ചന കമ്പഹ, ഏതോ ഒരു കമ്പം, അതായത് വിവരിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു വിറയൽ, ഒരു പീഡ ആ ഹൃദയത്തിലുണ്ടായി എന്നാണ്. വല്ലാതെ കണ്ട് അങ്ങോട്ട് പിടച്ചു ഹൃദയം എന്ന് പറയുകയാണ്. കമ്പകശ്ചന സംഭപാത എന്ന് മാത്രമല്ല, ഈ ഹിരണ്യകശിപു പേടിച്ചു. എന്നാലും ഈ ശബ്ദം എങ്ങനെയുള്ളതാണ്? ആഹൂർണൽ ജഗദണ്ഡ കുണ്ട കുഹരഹ, ഒരു വിശേഷം കൂടി ശബ്ദത്തിന് പറയുന്നുണ്ട്. ആഹൂർണൽ ജഗദണ്ഡ കുണ്ട കുഹരഹ, ഘൂർണിപ്പിച്ചുകൊണ്ട്, അതായത് വിറപ്പിച്ചുകൊണ്ട്. ഘൂർണനം ഇളകുക എന്നുള്ളതാണ് ഘൂർണനം എന്ന് പറഞ്ഞാൽ, ചുറ്റിക്കറങ്ങുക എന്നില്ലേ, ആ ചുറ്റിക്കറങ്ങിക്കൊണ്ടുള്ളതായിട്ടുള്ള ഒരു ശബ്ദം. ആഹൂർണൽ ജഗദണ്ഡ കുണ്ട കുഹരഹ, ജഗദണ്ഡം, ജഗത്താകുന്നതായിട്ടുള്ള ബ്രഹ്മാണ്ഡം, ആ പ്രപഞ്ചം മുഴുവനാകുന്ന ഒരു അണ്ടത്തിൻ്റെ രൂപത്തിലാണ് പ്രപഞ്ചം എന്നാണ് പറയണത്. ആ പ്രപഞ്ചമാകുന്നതായിട്ടുള്ള ആ അണ്ടം വെച്ചാൽ മുട്ടയാണ്. ആ മുട്ടയുടെ ആകൃതിയിലുള്ളതായിട്ടുള്ള പ്രപഞ്ചം, ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് അതാണ്. ബ്രഹ്മമാകുന്ന അണ്ടം. അപ്പോൾ അവിടെ ബ്രഹ്മം തന്നെ ആ വിരാട് രൂപമായിട്ട് ആദ്യം ഈ അണ്ടരൂപത്തിൽ ആയി തീർന്നു. അതിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടായതെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് ആ ബ്രഹ്മാണ്ഡത്തിൻ്റെ കുണ്ടം, ആ ബ്രഹ്മാണ്ഡമാകുന്ന കുണ്ടം, കുംഭം കുടം എന്ന് വെച്ചാൽ സാധാരണ കുടമല്ല, വലിയൊരു കുടം. നമ്മൾ ഈ ബ്രഹ്മാണ്ഡ കുണ്ട് കുഹരഹ, അതിൻ്റെ ഉൾഭാഗം, ബ്രഹ്മാണ്ഡമാകുന്ന കുടത്തിൻ്റെ കുഹരം ഉൾഭാഗം, ബ്രഹ്മാണ്ഡ കുണ്ട് കുഹരഹ, ബ്രഹ്മാണ്ഡമാകുന്ന കുണ്ടത്തിൻ്റെ ഉൾഭാഗം മുഴുവൻ ഘൂർണനം ചെയ്യിക്കുന്നതായിട്ടുള്ള, ആഘൂർണിതമാക്കിക്കൊണ്ടുള്ള, അതിനെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള, ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉള്ളിൽ ഇളക്കി മറിക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ള സർവ്വ ജീവജാലങ്ങളും അങ്ങോട്ട് പേടിച്ചു വശായി എന്നാണ്. ബ്രഹ്മാണ്ഡത്തിലുള്ളതായിട്ടുള്ള സർവ്വ ജീവജാലങ്ങളും ഉള്ളിൽ പേടിച്ചു വശായി ഈ ശബ്ദം കേട്ടപ്പോൾ. ആഘൂർണൽ ജഗദണ്ഡ കുണ്ട കുഹരഹ,
ഘോരഹ തവ അഭൂത് രവഹ. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു രവം ശബ്ദം, അത്യുച്ഛമായിട്ടുള്ള ഒരു ശബ്ദം, അങ്ങയുടെ ശബ്ദം ഉണ്ടായി. ഇനി അത് കേട്ടപ്പോൾ എന്താണ്? ചലിതോപ്യംഭോജഭൂർവിഷ്ടരാൽ. ഈ ദൈത്യരാജന് ഹൃദയത്തിൽ വല്ലാത്തൊരു കമ്പുണ്ടായി. ജഗദണ്ഡത്തിലെ ബ്രഹ്മാണ്ടത്തിലെ സർവ്വജീവജാലങ്ങളും ഒന്ന് ഇളകി വശായി എന്ന് മാത്രമല്ല, ആ ബ്രഹ്മാവ് പോലും, ആ ബ്രഹ്മലോകത്തിൽ സത്യലോകത്തിലിരിക്കുന്നതായ ബ്രഹ്മാവ് പോലും വിഷ്ടപാത് ബ്രഹ്മാപ്യ ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. വിഷ്ടരാത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ടരാത് എന്നുണ്ട്, വിഷ്ടപാത് എന്നുണ്ട് ഒരു പാഠം. വിഷ്ടപാത് എന്നാണെന്നുണ്ടെങ്കിൽ തൻ്റെ സ്ഥാനം ബ്രഹ്മലോകത്ത് സത്യലോകത്തിൽ നിന്നൊന്ന് ഇളകി എന്നാണ്. ആ സത്യലോകം വരെ എത്തി ഈ അദ്ദേഹത്തിൻ്റെ ഗർജനം, നരസിംഹമൂർത്തിയുടെ ആ ഗർജനം സത്യലോകത്തിൽ കൂടി എത്തി. ആ തൻ്റെ ഈ ഇരിപ്പിടത്തിൽ നിന്ന് വിഷ്ടരാത്, തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ആ ബ്രഹ്മാവും കൂടി ഒന്ന് ഇളകി എന്നാണ് പറയുന്നത്. ചലിതോപ്യംഭോജഭൂഹു അംഭോജഭൂഹു അഭി. അംഭോജഭൂഹു താമരയിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള ബ്രഹ്മാവ്. അംഭോജഭൂഹു അഭി. ആ ബ്രഹ്മാവ് പോലും, താമരയിൽ നിന്നുണ്ടായതായ ആ ബ്രഹ്മാവ് പോലും വിഷ്ടരാൽ ചലിത അഭൂത്. വിഷ്ടരത്തിൽ നിന്ന് ചലിത അഭൂത്, തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഒന്ന് ഇളകി വശായി എന്നാണ്. വിഷ്ടരം എന്ന് വെച്ചാൽ ഇരിപ്പിടം. വിഷ്ടപം എന്നാണെങ്കിൽ സത്യലോകം. രണ്ട് പാഠമുണ്ട്, വിഷ്ടപാത് എന്നുണ്ട്, വിഷ്ടരാത് എന്നുണ്ട്. അത് ഈ പഴയ ഗ്രന്ഥങ്ങളാവുമ്പോൾ കുറേ കാലം ഇതൊക്കെ ഈ ഓലയിൽ എഴുതിയിട്ടുള്ളതാണല്ലോ. ഇപ്പം ടേരിപ്പാടിൻ്റെ കാലമാകുമ്പോൾ ഓലയിൽ എഴുത്തായിരിക്കണമെന്നൊക്കെ. അപ്പോൾ ആ എഴുതി വരുമ്പോൾ ഒരാൾ എഴുതും, മറ്റേയാൾ അതിൻ്റെ പാഠം പകർത്തി എഴുതുമ്പോൾ നമ്മളൊക്കെ തന്നെ എത്ര തെറ്റ് വരും പകർത്തുമ്പോൾ. ആ പകർത്തുമ്പോൾ വരണതായിട്ടുള്ള തെറ്റുകൾ അങ്ങനെ ചില വിവരമുള്ളവരാകുമ്പോൾ അർത്ഥം പോവാത്ത വിധത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലാവും തെറ്റ് വരുത്തണത്. അതല്ലാന്ന് വെച്ചാൽ വിവരമില്ലാത്തവരാണെങ്കിൽ തെറ്റായിട്ട് തന്നെ വരും. ഇവിടെ ഇങ്ങനെ പാഠഭേദങ്ങൾ ഉണ്ടാവണത് അങ്ങനെയാണ്. ഒന്നിൽ നിന്ന് വേറൊന്ന് പകർത്തുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള മാറ്റങ്ങൾ. അങ്ങനെ വിഷ്ടരാതെന്നും വിഷ്ടപാതെന്നും രണ്ട് പാഠം ഉണ്ടായി. ഏതാ ശരി എന്ന് പറയാൻ നമുക്കിപ്പോൾ ആദ്യം അദ്ദേഹം എഴുതിയിട്ടുള്ള പോലെയൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്തംഭേ ഘട്ടയത ഹിരണ്യകശിപോഹോ കർണൗ സമാജ്. ആ സ്തംഭത്തിൽ ഇടിക്കുന്നതായിട്ടുള്ള ആ ഹിരണ്യകശിപുവിൻ്റെ കർണങ്ങളെ ചൂർണീകരിച്ചുകൊണ്ട് പൊടിയാക്കിയും കൊണ്ടുള്ളതായിട്ടുള്ള തവരവഹ, അങ്ങയുടെ രവം. എങ്ങനെയുള്ള രവം? ഘോരമായ ഒരു രവം ഒച്ച ശബ്ദം ഉണ്ടായി. രവഹ അഭൂത്. അതെങ്ങനെയുള്ളതായിരുന്നു? ആഹൂർണൽ ജഗദണ്ഡകുണ്ടകുഹര. ആഹൂർണൽ ജഗദണ്ഡകുണ്ടകുഹര. ജഗദണ്ഡകുണ്ടകുഹരത്തിനെ മുഴുവൻ ആഹൂർണം ചെയ്യിച്ചുകൊണ്ടുള്ളതായ, അതിനെ കമ്പനം ചെയ്യിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള, ഇളകി മറിച്ചുകൊണ്ടുള്ളതായ ജഗദണ്ഡകുണ്ടത്തിലുള്ള സർവ്വത്തിനെയും, ആ ബ്രഹ്മാണ്ടമാകുന്ന കുടത്തിൻ്റെ ഉള്ളിൽ, വലിയ കുടത്തിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള സർവരെയും സർവ്വജീവജാലങ്ങളെയും ഇളക്കി മറിച്ചുകൊണ്ട് ഉള്ളതായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടായി എന്നാണ്. കുടത്തിൻ്റെ ഉള്ളിലെ ഇളക്കുണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ, അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ തിരിഞ്ഞു മറിയും അല്ലേ, പുറത്തേക്ക് പോകാൻ സൗകര്യം ഉണ്ടാവില്ലോ. അപ്പോൾ ആ ശബ്ദം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പിന്നെയും ഉണ്ടാകുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒന്നും കൂടി ശക്തി വരും ശബ്ദത്തിന് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ശബ്ദം, തവരവഹ, അങ്ങയുടെ ഒരു ശബ്ദം ഉണ്ടായി. ആ ശുത്വ, യാതൊരു ശബ്ദത്തെ കേട്ടിട്ടാണോ, ശുത്വ കേട്ടിട്ട്, ദൈത്യരാജഹൃദയെ, ദൈത്യരാജൻ്റെ ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ പൂർവം കഥാ അപി അശ്രുതം ശുത്വ, മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത യാതൊരു ശബ്ദത്തെ കേട്ടിട്ടാണോ. ആ ശബ്ദത്തിൻ്റെ വിശേഷമാണ് പൂർവം കഥാപി അശ്രുതം എന്നുള്ളത്. മുൻപ് ഒരിക്കലും കേട്ടിട്ടില്ലാത്തതായ ആ ശബ്ദം കേട്ടിട്ട് ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ കശ്ചന കമ്പഹ സംഭവാത, എന്തോ ഒരു വിവരിക്കാൻ വയ്യാത്ത ഒരു കമ്പം, വിറയൽ ഉണ്ടായി എന്നാണ്. ഇനി ആ ശബ്ദം കേട്ടപ്പോൾ അംഭോജഭൂഹു അഭി, അംഭോജഭൂവും കൂടി, അതായത് ബ്രഹ്മാവ് കൂടി, വിഷ്ടരാത്, തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചലിത ഇളകി, അവിടുന്ന് ഒന്ന് ഇളക്കം വന്നു. ആ ബ്രഹ്മാവും കൂടി അങ്ങനെ ഇരുന്നോത്തുനിന്ന് ഇളകി. വലിയ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ, പേടിച്ചിട്ട് അങ്ങോട്ട് ആസനത്തിൽ നിന്ന് എണീക്കും. അപ്പോൾ ഇഷ്ടത്തിൽ നിന്ന് തൻ്റെ
ഇരിപ്പിടത്തിൽ നിന്ന് ബ്രഹ്മാവും ഇളകി, വിഷ്ടപത്തിൽ നിന്നാണ് സത്യലോകത്തിൽ നിന്ന് ബ്രഹ്മാവും ഒന്ന് ഇളകി എന്ന് അർത്ഥം. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കശ്ചന സംവപാത ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ൂണിൽ തട്ടിയ നേരമെട്ടു ദിശയും പൊട്ടും വിധം ഘോരമായി ശബ്ദം കേട്ടത ഞെട്ടി പൊട്ടിച്ചെവിയെന്നായി ദിതിപുത്രനും. കേട്ടിട്ടില്ലൊരു ശബ്ദമിങ്ങിനെയഹോ പണ്ടെങ്ങുമില്ലാത്ത പോലുള്ളിൽ പേടി നിറഞ്ഞു മേനി വിറയായി ഞെട്ടി വിധാതാവുമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.